തുടർഭരണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദൻ താൻ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സൈബർ ഇടങ്ങളിലെ ആൾക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. ഫാഷിസത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ് താൻ. ഇതൊന്നും മനസ്സിലാകാത്തവരോട് മറുപടി പറയേണ്ടി വരുന്നതിൽ ലജ്ജ തോന്നുന്നുവെന്നും ഫേസ്ബുക്കിൽ കെ സച്ചിദാനന്ദൻ കുറിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഈ തുടർച്ചയായ തുടർഭരണം എന്നത് ജനാധിപത്യത്തിന്റെ കരുത്തു കുറയ്ക്കും, അതല്ല മാറി മാറിയുള്ള ഭരണമാണ് ജനാധിപത്യം നിലനിൽക്കാനും അതിന്റെ ശാക്തീകരണത്തിനും അനുയോജ്യം എന്ന് സച്ചിമാഷ് പറഞ്ഞത് ഒരു മനോരമ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ്. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും തുടർന്ന് വലിയ സൈബർ ആക്രമണത്തിന് സച്ചിമാഷ് ഇരയാകേണ്ടി വരികയും ചെയ്തു. അതിനെ തുടർന്നാണല്ലോ താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് സച്ചിമാഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ ഉള്ളടക്കം? GK കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എത്ര പേർക്ക് ജാക്ക് റാൻസിയറിനെ അറിയാം? ജാക്ക് റാൻസിയറെ വായിച്ചിട്ടുണ്ടോ? വിഖ്യാതമായ മാർക്സിസ്റ്റ് ചിന്തകൻ ജാക്ക് റാൻസിയറെ ഉദ്ധരിക്കുകയാണ് സച്ചിദാനന്ദൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യം തന്നെ ചെയ്യുന്നത്. ഒരു ദീർഘമായ കുറിപ്പാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന പ്രധാന വാചകം ഇതാണ്: ജനാധിപത്യം എന്നത് കാണാത്തവരെ ദൃശ്യമാക്കുകയും കേൾക്കാത്തവരുടെ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുക എന്ന നിലയിലാണ് എന്ന ജാക്ക് റാൻസിയറിൻ്റെ വാചകം അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. ജനാധിപത്യത്തെ വിശാലമായ അർത്ഥത്തിൽ കാണാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. താൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. താൻ എന്നും ഒരു ഫാസിസ്റ്റ് വിരുദ്ധനാണ്. അതിന് അദ്ദേഹം ചില കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. താൻ മുൻ അനുഭവങ്ങളും ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൽബുർഗിയുടെ മരണത്തിനു ശേഷം സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവെച്ച ചരിത്രം തന്നെ വിമർശിക്കുന്ന സൈബർ ഇടത്തിലെ ആളുകളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എടുത്തു പറയട്ടെ, കരിവള്ളൂർ മുരളിയടക്കം ഇന്നും രൂക്ഷമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പിശകിനെ സംബന്ധിച്ച് ഈ പോസ്റ്റിലെ കൗശലത്തെ സംബന്ധിച്ചൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനടക്കമുള്ളൊരു മറുപടി എന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ അത് കൽബുർഗിയെ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ പഴയകാല ചരിത്രം, എഴുത്തുകളുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് സച്ചിമാഷ് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. സച്ചിദാനന്ദനും അതുപോലെ തന്നെ സാറ ടീച്ചർക്കുമെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് വരുന്നത്. MV ഗോവിന്ദനും അതുപോലെ തന്നെ തോമസ് ഐസക്കുമൊക്കെ അതൊരു വിശാലാർത്ഥത്തിൽ ആ വിമർശനത്തെ അംഗീകരിക്കുകയും അവരിപ്പോഴും അത് നന്നാവാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഏതാണ്ട് അതിനെ ലഘൂകരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനമാനങ്ങൾ നേടിയ ചില ആളുകൾ, കരിവള്ളൂർ മുരളി ആയിക്കോട്ടെ, തൊട്ടപ്പുറത്ത് അശോകൻ ചെരുവിലായിക്കോട്ടെ, സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം അടക്കം രൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും സച്ചിമാഷിന്റെ പ്രതികരണം, അദ്ദേഹം താൻ എടുത്ത തുടർഭരണത്തിനെതിരായ നിലപാടിൽ, അതിൽ ബംഗാളിൽ സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്ന ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. സാറാ ജോസഫും അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. അതിൽ പുതുമയില്ല, കാരണം അവർ ഇടതുപക്ഷത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ കെ സച്ചിദാനന്ദൻ എന്ന സച്ചിമാഷിന്റെ വാക്കുകൾ പ്രതിപക്ഷം ആയുധമാക്കുന്നു. VD സതീശൻ അടക്കം നല്ല കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും UDF-നൊപ്പമാണ്. ഇത്തവണ UDF നോട്ട് ചെയ്യുമെന്ന് പറയുന്നത്, അതായത് ഒരു രാഷ്ട്രീയ വിവാദം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. സച്ചിമാഷിന്റെ പ്രതികരണം അടക്കം ഈ വിഷയത്തിൽ ലഭ്യമാക്കാനാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തുടർഭരണ വിവാദം കത്തുകയാണ്. മറുപടിയുമായി ചില ആളുകൾ, ഇടത് സൈബർ ഹാൻഡിലുകൾ രംഗത്ത് വരുന്നു. വലിയ സൈബർ ആക്രമണത്തിനെതിരെ കെ സച്ചിദാനന്ദൻ ഇന്ന് ഫേസ്ബുക്കിൽ മാർക്സിസ്റ്റ് ചിന്തകരെ ഉദ്ധരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.